ഇതിൽ DR ഇല്ല എന്നാണ് കേട്ടത്. അതായത് നമ്മുടെ ഈ ചുറ്റിലുള്ള DR കാര്യങ്ങളും മറക്കില്ല കേട്ടോ. ഇൻഡിക്കേറ്റർ പുതിയ എയറിൽ വന്നപ്പോൾ ഒന്നും കൂടി ഒരു ബ്ലാക്ക് സ്മോക്ക് കളർ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഇതിൽ നോർമൽ ഡ്രം ബ്രേക്കും കാര്യങ്ങളാണ് വരുന്നത്. കണ്ടില്ലേ, ഈ ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളാണ് വരുന്നത്. പ്രോയിൽ നിന്നും S1 എയറിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വന്നേക്കുന്നത്? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓലയുടെ ഏറ്റവും പുതിയ S1 എയർ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സാധനം. ഈ S1 എയറും അതുപോലെ തന്നെ S1 പ്രോയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഷോറൂം എക്സിക്യൂട്ടീവ് ഉള്ള മച്ചാണ്ട്. ചേട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ. ചേട്ടാ, നമ്മുടെ ഈ S1 എയർ എന്നാണ് ഇറങ്ങിയേക്കണേ? ജൂലൈ 28-നാണ് സാധനം ഇറങ്ങിയേക്കണേ. നമ്മുടെ ഷോറൂമിലേക്ക് എത്തിയത് ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഫ്രഷ് സാധനമാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഈ S1 എയറിലാണ് നമ്മുടെ ഈ കളർ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഈ കളർ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള. ഇനി വേറെ വല്ല വെറൈറ്റി വന്നിട്ടുണ്ട് ഈ പ്രോ എയറില്? കളേഴ്സ് തന്നെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും, അതായത് S1 പ്രോയിൽ നിന്നും S1 എയറിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വന്നേക്കുന്നത്? നമുക്കൊരു ഹമ്പ് വരുന്നുണ്ട്. ഇതല്ല മാറ്റി എയറിലേക്ക് എത്തിയപ്പോൾ ആ സംഭവം ഇല്ല. നമുക്കിവിടെ ഈ ഒരു ഭാഗം പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാണ്. പിന്നെ നമുക്ക് വരുന്നത് എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, സിംഗിൾ സസ്പെൻഷൻ ഓടിയോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇത് സിംഗിൾ സസ്പെൻഷൻ ആണ് വരുന്നത്. S1 പ്രോയിൽ നമ്മുടെ എയറിലേക്ക് വന്നപ്പോൾ ഡുവൽ സസ്പെൻഷൻ ആയിട്ടുണ്ട്. ഡുവൽ സസ്പെൻഷൻ അത് ഫ്രണ്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ബാക്കും കൂടെ വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഡുവൽ സസ്പെൻഷൻ ആണ് വരുന്നത്. ബാക്കിൽ ഓക്കെ, ഇത് ഇവിടെയും സസ്പെൻഷൻ വരുന്നുണ്ട്. നമ്മുടെ ബാക്കിലും സസ്പെൻഷൻ കാണും. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ മേജർ ചേഞ്ചസ് വന്നത്? നമ്മൾ ഇതിൽ സിംഗിൾ സസ്പെൻഷൻ തന്നെയാണെന്ന് തോന്നുന്നില്ല. ബാക്കിൽ നമുക്ക് സിംഗിൾ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു സൈഡുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് എയർ എന്ന് പറഞ്ഞാൽ ഒരു മിഡ് വേരിയന്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് കോസ്റ്റ് ഈ പ്രൈസിന് തരാൻ വേണ്ടി അവർ കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതില് ചേഞ്ചസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഐറ്റംസ് കുറഞ്ഞു എന്നും തോന്നുന്നു അല്ലേ? നമുക്ക് അലോയ് വീൽ മാറി സ്റ്റീൽ വീൽസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രോയില് അലോയ് വീൽസ് ആണ് വരുന്നത്, ഇതിൽ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. പിന്നെ ബ്രേക്ക് നമുക്ക് മാറ്റി ഡിസ്ക് മാറ്റി നമുക്ക് ഡ്രം ബ്രേക്ക്. ഇതില് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഇതില് നോർമൽ ഡ്രം ബ്രേക്കും കാര്യങ്ങളാണ് വരുന്നത്. കണ്ടില്ലേ, ഈ ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസും വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഈ ഇൻഡിക്കേറ്റർ ഒക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ പുതിയ എയറിൽ വന്നപ്പോൾ ഒന്നും കൂടി ഒരു ബ്ലാക്ക് സ്മോക്ക് കളർ വന്നിട്ടുണ്ട്. ഇത് ഒറിജിനൽ കളറിൽ തന്നെയാണ് വന്നത്. പിന്നെ നമുക്ക് എയറിൽ ഈ ഹാൻഡിൽ നല്ല വിലയുണ്ട്. ബാക്കിൽ പിടിച്ചിരിക്കുന്ന മറ്റേ ഹാൻഡിൽ സ്ട്രോങ് മെറ്റലിൽ വന്നിട്ടുണ്ട്. അത് ഇതിലേക്കാണ് ലോയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ചാരി ഇരിക്കാനാണെങ്കിലും ഒരു സപ്പോർട്ടും കൊടുക്കും. എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, 2 ടോണിലാണ് വരുന്നത്. ഇത് സിംഗിൾ ടോണിൽ തന്നെയാണ് വരുന്നത് അല്ലേ എല്ലാ കാര്യവും? അപ്പോൾ ഇതാണ് മേജർ ചേഞ്ചസ്. പിന്നെ എനിക്കൊരു ചേഞ്ചസ് കൂടി തോന്നി. ഇതിലെ ഹെഡ്ലൈറ്റിൽ ഇതിൽ DR ഇല്ല എന്നാണ് കേട്ടത്. അതായത് നമ്മുടെ ഈ ചുറ്റിലുള്ള DR കാര്യങ്ങളും വർക്ക് ചെയ്യില്ല കേട്ടോ. നമ്മുടെ ഈ വണ്ടിയിലാണെങ്കിൽ പ്രോയിലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഈ ഓല S1 എയറിന്റെ ഓൺ ദ റോഡ് കോസ്റ്റ് ആഗസ്റ്റ് 2023 ചോദിച്ചോ കേട്ടോ. ചേട്ടാ, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും വരുന്നത്? നമുക്ക് എയർ 1.36 റേറ്റ് വരുന്നത് ഓൺ ദ റോഡ്. നമ്മുടെ ഈ പ്രോ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ മാസത്തെ പ്രോ നമുക്ക് ഈ വേരിയന്റ് 1.62 കിട്ടും കേട്ടോ. ഇത് 1.36. അപ്പൊ നമുക്ക് വില കുറവാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് 2 വണ്ടിയിലും കമ്പയർ ചെയ്യട്ടെ. സ്റ്റോറേജ് സ്പേസ് വരുമ്പോൾ നമ്മുടെ എയറിന് എത്ര സ്റ്റോറേജ് സ്പേസ് വരണേ? 34 ലിറ്റർ വരുന്നുണ്ട്. 34 ലിറ്റർ. ഇത് 34 ലിറ്റർ ആട്ടോ. അത്യാവശ്യം ഒരു ഹെൽമെറ്റും അത്യാവശ്യം കാര്യങ്ങളും ഹോൾഡ് ചെയ്യാം. ഇതാകുമ്പോൾ 36 ലിറ്റർ വരുമ്പോൾ അത് 2 ലിറ്റർ കൂടുതലാണ്. പക്ഷെ കാഴ്ചയിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും സെയിം തന്നെ ആയിട്ടാണ് വരുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ടാണ് ഈ സംഭവം രണ്ടും വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലിറ്റർ ബൂട്ട് സ്പേസിൽ വരുന്ന കാര്യങ്ങൾ. വേറെ നമുക്ക് ചാർജറിൽ മറ്റുള്ള കാര്യത്തിൽ എന്തെങ്കിലും സ്പെക്ക് യൂസ് ചെയ്യാം. മോട്ടറിനെ പറ്റി പറയുമ്പോൾ മോട്ടർ ആകുമ്പോൾ നമുക്ക് ഇത്തിരി പവർ കുറവുണ്ട്. 6 കിലോവാട്ടിന്റെ പവർ. ഹബ് മോട്ടറാണ് വരുന്നത്. ഹബ് മോട്ടറാണ്. ഇതാകുമ്പോൾ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. ഇതിൽ നമുക്ക് 8.6 കിലോവാട്ടാണ് പീക്ക് പവർ വരുന്നത്. 8.6 കിലോവാട്ടാണ് ഇതിന്റെ പീക്ക് പവർ വരുന്നത്. ഇത് ബെൽറ്റ് ഡ്രൈവ് ആണല്ലേ? ബെൽറ്റ് ഡ്രൈവ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ബ്രേക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഡിസ്കും മറ്റേത് ഇതാണ്. ബാക്കിൽ ഡ്രം തന്നെയാണ് വരുന്നത്. ഇത്
ഇതിൽ രണ്ടും ഡിസ്ക് തന്നെയാണ്, ഫ്രണ്ടും ബാക്കും ഡിസ്കാണ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രത്യേകതകൾ. നമുക്ക് വാറണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 3 year വാറന്റി ഉണ്ട് വണ്ടി. നമുക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 5 year ആക്കാം. ടോട്ടൽ 5 year. നമുക്ക് ഈ ഓഗസ്റ്റ് മന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാറന്റി 50% ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഓണായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തൊക്കെ ഓഫേഴ്സും കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ട് വന്നാണ്? നമുക്കിപ്പോ S1 Pro എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 എക്സ്ചേഞ്ച് ബോണസ്. 10,000 എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റെൻഡ് വാറന്റി ഞാൻ പറഞ്ഞ പോലെ 50% ഡിസ്കൗണ്ട്. ഇത് രണ്ടാണ് വന്നാണ്. എയറിന് നമുക്ക് ഈ മാസം ഓഫേഴ്സ് ഇല്ല. ഓഫർ ഇല്ല. നമുക്ക് എയർ എടുക്കുകയാണെങ്കിൽ എത്ര നാളുള്ള ഡെലിവറി കിട്ടും? നമുക്ക് 1 month ആണ് വെയിറ്റിംഗ് പീരീഡ് പറയണത്. നമുക്ക് ഓൾ കേരള എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്, സെയിം റേറ്റും ബുക്കിംഗ് സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്, ടൈമൊക്കെ സെയിം തന്നെയാണ്. ഡിസ്പ്ലേ നമുക്ക് 2 വണ്ടിയിൽ സെയിം തന്നെയല്ല ഡിസ്പ്ലേ. അപ്പൊ ഇത് എങ്ങനെയാണ് ഓൺ ആക്കേണ്ടത്? നമുക്ക് ഡിസ്പ്ലേ നമുക്ക് ബട്ടൺ ആണ്, നമുക്ക് താക്കോല് വരുന്നില്ല. ഓക്കെ ഓക്കെ. പാസ്വേഡ് ആയിരിക്കും, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമുള്ള പാസ്വേഡ്. നമുക്ക് ഡിസ്പ്ലേയില് ബേസിക് ഫീച്ചേഴ്സ് ഈ കിലോമീറ്റർ കാണിക്കും, ട്രിപ്പ് കാണിക്കും. ഇപ്പൊ പാർക്ക് മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് വെച്ച് കഴിഞ്ഞാൽ പാട്ട് വെക്കാം. നമ്മുടെ താഴെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് എയറിലും പ്രോയിലും സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ വണ്ടിയെ മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് സെറ്റിംഗ്സിലാകുമ്പോൾ സാധാരണ ഒരു ഫോണിൽ വരുന്ന പോലെ തന്നെ വൈഫൈ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, സൗണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഡ്രൈവ് മോഡ്സിനെ പറ്റി പറയുമ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട്. ഈ വണ്ടി എയറും തമ്മിൽ ഇതും തമ്മിൽ ഒരു ഹൈപ്പർ മോഡ് മാത്രം അഡീഷണലി പ്രോയില് വരും. ഓക്കെ. അത് ഇതിലൊന്ന് കാണിച്ചു തരാമോ? ഒരു ഹൈപ്പർ മോഡ് 4 മോഡുകളാണ് വരുന്നത്. ഓക്കെ. ഇതില് ഹൈപ്പർ മോഡ് ഇതിലുണ്ടാവും, നമ്മുടെ ഈ വണ്ടിയിലുണ്ടാവും, പ്രോയിലുണ്ടാവും, എയറിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ എന്തൊക്കെ നമ്മുടെ ഡിസ്പ്ലേയിലുള്ള വല്ല എന്തെങ്കിലും മാറ്റമോ? പിന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കാം ഇതിനകത്ത്. ഓക്കെ. നമുക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം, അതിൽ ചെക്കിങ്ങൊക്കെ കാണിച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെ ഫോണിലുള്ളത് പോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരും. അതെങ്ങനെ നമ്മുടെ നെറ്റ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യും? ഇതിൽ നമുക്ക് സിം ഉണ്ട്, അത് ലൈഫ് ടൈം ഫ്രീ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പുതിയ സോഫ്റ്റ്വെയർ ആ സിം യൂസ് ചെയ്തിട്ട് തന്നെയാണ് മാപ്പും വർക്ക് കാണുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ വേറെ പാട്ട് വെക്കാനുള്ള അഡീഷണൽ ആപ്പും കാര്യങ്ങളൊക്കെ കയറ്റാൻ പറ്റുമോ? നമുക്ക് അതില്ല. പാട്ട് നമ്മൾ നോർമൽ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ടാണ് കണക്ട് ആക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് പിന്നെ ആ സൗണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തീം പോലെയാണ് അത് വരുന്നത്. നമുക്ക് 3 തീംസ് ആണ് വരുന്നത്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്ന ഫസ്റ്റ് തീം നമ്മളിപ്പോ കണ്ടത് എക്ലിപ്സ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് വിൻറ്റേജ്, ഒരു പഴയ വെസ്പ ഒരു മോഡൽ. ഓക്കെ. ഇതിന് നമുക്ക് സൗണ്ട് കൂടാൻ പറ്റും. ഇതാണ് സൗണ്ട്. പിന്നെ വരുന്നത് ഗോൾഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൗണ്ട്. ഇതാണ് 3 സൗണ്ടും കാര്യങ്ങളും വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ 5 സ്വിച്ച് വരുന്നുണ്ട്. ഇത് ഓൺ ആക്കാനുള്ള സ്വിച്ച് അല്ല, ഇത് നമ്മുടെ മോഡ് ചേഞ്ച് ആക്കാനുള്ളത്. നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും യൂസ് ചെയ്യും. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള. ഇത് പിന്നെ നമ്മുടെ പ്ലേ പോസ്, നമ്മുടെ പാട്ട് പ്ലേ പോസ്. ഓക്കെ. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഹൈ ബീം ലോ ബീം വരുന്നത്. ഇതിൽ തന്നെ DRL കൺട്രോൾ ചെയ്യും. ഇതാണ് നമ്മുടെ റിവേഴ്സ് നമ്മൾ കയറ്റത്തൊക്കെ റിവേഴ്സ് എടുക്കാം, സുഖമായിട്ട് ചെയ്യാം. അത് എത്ര കിലോമീറ്റർ വരെ പോകും? 3 കിലോമീറ്റർ സ്പീഡാണ് പോകുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നത് കാറിലുള്ള പോലെ. നമ്മുടെ ഈ കാണുന്ന S1 Proയിലുള്ള ആ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും നമ്മുടെ S1 Airലും ഉണ്ടല്ലേ, സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട് തോന്നി വണ്ടിയിൽ. ഇതിൽ ഹിൽ അസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ അപ്ഡേറ്റിൽ ഹിൽ ഡിസൈൻ കൺട്രോളും ഉണ്ട്, ഇറക്കത്തും നിൽക്കും. ഓക്കെ. ഞാൻ പറഞ്ഞില്ല അപ്ഡേറ്റ്സ് ഒരുപാട് ഫീച്ചേഴ്സ് പുതിയത് വേറെ. ഇതിലാവുമ്പോൾ ഹിൽ അസിസ്റ്റ് വരുന്നില്ല. ഓക്കെ. ചെറിയ ചെറിയ കുറവുകളുണ്ട്, എന്നാൽ ഒരുപാട് അപ്ഡേഷനുകളുള്ള പുതിയ വണ്ടിയാണ് നമ്മുടെ ഏറ്റവും പുതിയ ഓലയുടെ എയർ കേട്ടോ. ഫോണിലാണ് അത്യാവശ്യം ഒരു യൂണിവേഴ്സൽ ഫോണും കാര്യങ്ങളും തന്നെ വരണം. നമുക്കിനി എയറിലേക്ക് വരുമ്പോൾ സെയിം അല്ല, ഇതിലില്ലാത്തത് ക്രൂയിസ് കൺട്രോൾ മാത്രമേ ഇല്ലാത്തുള്ളൂ അല്ലേ? എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നമ്മുടെ ഈ ഓണായിട്ട് എല്ലാവർക്കും 0 ഡൗൺ പേയ്മെന്റിൽ നമ്മുടെ ഈ 2 വണ്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അല്ല അത്യാവശ്യം സിബിലൊക്കെ ഇത്തിരി മോശമുള്ള ട്രാക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ
6,000 രൂപയ്ക്ക് നമുക്ക് ഡൗൺ പേയ്മെന്റിൽ നമ്മുടെ വീടിന്റെ അകത്തെ കാർ ഷെഡിൽ നമ്മുടെ ഈ ബൈക്ക് കൊണ്ടുവയ്ക്കാൻ നമുക്ക് ഓടിക്കുകയും ചെയ്യാം കേട്ടോ. അത് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ തൃശ്ശൂരിലുള്ള ഓല ഷോറൂമിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 2 വണ്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചാർജർ, അതായത് ഇന്റേണലി കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. ആ ചാർജർ നേട്ടാ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ചാർജർ, എടുത്തോളൂ ചേട്ടാ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? മെയിൻ ആയിട്ട് നമുക്കിത് പോർട്ടബിൾ ചാർജർ ആണ് വരുന്നത്. അപ്പൊ ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് നോർമൽ പവർ പ്ലഗ് ആണ്. ഇത് വേണമെങ്കിൽ ഒരു മൾട്ടിപിൻ യൂസ് ചെയ്ത് നോർമൽ പ്ലഗ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇതിലെങ്ങനെ മറ്റേ ഇത്ര ആംസിൽ കണക്ട് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോർമൽ 6 ആംസിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വണ്ടിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാവുന്നതാണ്. ഓ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇതിൽ ചാർജിങ് ഇൻഡിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ വരും ഇല്ലേ? പ്ലഗിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അകത്ത് ഫോണിലുള്ള പോലെ തന്നെ ഇത്ര പെർസെന്റേജ് ഇത്ര മണിക്ക് ഫുള്ളാണ് ഫോണിൽ കാണിക്കും, ആപ്പ് വെച്ചിട്ട് കാണിക്കും, ആപ്പിലും കാണിക്കും, വണ്ടിയിൽ ഡിസ്പ്ലേയിലും കാണിക്കും കേട്ടോ. പിന്നെ ഇതിൽ എന്തെങ്കിലും ലൈറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മുടെ ഇതിൽ നമുക്കൊരു ചെറിയ ലൈറ്റ് ഉണ്ട്, അത് ഇതിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവും. അങ്ങനെ വർക്കിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് അടിച്ചു പോകാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? അതായത് എന്തെങ്കിലും എങ്ങനെയാണ് വാറന്റി വരുന്നതിന്? ഓക്കെ ഓക്കെ. ഇത് ചാർജറിനൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് വരണമെന്നറിയോ? 15,000 രൂപ അടുത്ത് വരും. അങ്ങനെ കംപ്ലൈൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാല്ലേ? മാക്സിമം നിങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ചാർജറിന്റെ കാര്യങ്ങൾ. ഡൗട്ടും കൂടി ഉണ്ട് നമ്മുടെ ചേട്ടാ. നമ്മുടെ ഈ വണ്ടികൾ, ഇലക്ട്രിക് വണ്ടികൾ ഓടിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ നല്ല മൈലേജ് കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗം പറഞ്ഞു കൊടുക്കാനുണ്ടോ? നമ്മൾ ഓടിക്കുമ്പോൾ അഗ്രസീവായിട്ട് ആക്സിലറേഷൻ കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അത് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ആക്സിലേറ്റർ ഫ്രണ്ടിലേക്ക് തിരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ തിരിച്ചു കഴിഞ്ഞാൽ റീജനറേഷൻ സ്റ്റാർട്ട്, ബ്രേക്കിംഗ് കിട്ടും. അതെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി റീചാർജ് ആയി കയറി. ആ രീതിക്കും റീചാർജ് ആവും. റീചാർജ് ആവും. അത് ഏകദേശം എത്ര കിലോമീറ്റർ വരെ കിട്ടും? നമുക്ക് മാക്സിമം ഒരു 5% ചാർജ് കയറാം യൂസ് ചെയ്യും. ഓക്കെ. പക്ഷെ അത് 5% എന്ന് പറഞ്ഞാൽ നല്ലൊരു കിലോമീറ്റർ നമുക്ക് ലാഭിക്കും. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ എത്താനുള്ള ഒരു ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ കഴിയൂല അങ്ങനെ യൂസ്. ശരിയാണ്. എപ്പോഴെപ്പോഴും ബ്രേക്ക് പിടിക്കേണ്ട കാര്യമില്ല. S1 പ്രോയിലും അതുപോലെ തന്നെ S1 എയറിലും തമ്മിൽ എത്ര കിലോമീറ്റർ കിട്ടും നമുക്ക്? ഇതിൽ 170 ആണ് പറയണേ എക്കോ മോഡല്. അതിൽ 125 ആണ് പറയണേ. ഇതിൽ കുറവായിരിക്കും. അപ്പോൾ 125 ആണ് കിട്ടുക. ഇതിൽ 170 കിട്ടും കേട്ടോ. അതിനനുസരിച്ചുള്ള കാശ് മാറ്റവും കാര്യങ്ങളും വരുന്നുണ്ട് 2 വണ്ടിയിൽ. ഈ വണ്ടിയിൽ നിന്നും ഈ വണ്ടിയിലേക്ക് ആയപ്പോൾ ബാറ്ററിയിൽ വല്ല മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ട്? നമുക്ക് പ്രോയില് 4 കിലോവാട്ട് ബാറ്ററി വരുന്നുണ്ടായി. ഇതിലാകുമ്പോൾ 3 കിലോവാട്ട്. അതാണ് നമുക്ക് ഇത്ര പ്രൈസ് ഡിഫറൻസ് വരുന്നത്. 30,000 രൂപയുടെ അടുത്ത് ചേഞ്ച് വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. അപ്പൊ തൃശ്ശൂരിലുള്ള 5 റൂട്ടിലുള്ള ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഓലയുടെ ഷോറൂമിൽ നമ്മുടെ ചാൾസേട്ടനെ കൊണ്ട് കണ്ടാൽ മതി. ചാൾസേട്ടൻ അപ്പം മാക്സിമം കൊടുക്കണം കേട്ടോ. ശരി, താങ്ക് യു കേട്ടോ.